സർക്കാർ കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ്. കുറ്റം ചെയ്യുന്ന ആളുകളെ സംരക്ഷിച്ചാൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കും. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നീതി ഉറപ്പാക്കണമെങ്കിൽ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ഇരകൾക്ക് നീതി ലഭിക്കുകയും വേണം. ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത്, കേരളത്തിലെ ഗവൺമെൻറ് വേട്ടക്കാരോടൊപ്പമാണ്. അവർ ഇരകൾക്ക് നീതി നിഷേധിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനമാണെന്ന് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പോലീസുകാരും കുറ്റക്കാരാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കേരള പോലീസിനെ ഈ നിലയിൽ എത്തിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് ഇന്ന് അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൻ്റെ കാരണം ഇടതുമുന്നണി ഗവൺമെൻറ്റിൻ്റെ പോലീസ് നയമാണ്. ഈ നയം വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ജനങ്ങൾക്ക് നീതി കിട്ടില്ലെന്ന് മാത്രമല്ല, നീതി നിഷേധം ഉറപ്പാക്കപ്പെടും. പോലീസ് സ്റ്റേഷനുകളിൽ ഇന്ന് മനുഷ്യന് പോകാൻ പേടിയാണ്. അതിക്രമങ്ങൾ വ്യാപകമാകുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നു. ഇതിനെതിരെയുള്ള പോരാട്ടമാണ് കോൺഗ്രസ് ആരംഭിച്ചിട്ടുള്ളത്. ഈ പോരാട്ടം ശക്തമായി തന്നെ മുന്നോട്ട് പോകും. മറ്റൊരു വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ക്രൈംബ്രാഞ്ചിൽ ഇപ്പോൾ ഈ ഇരകൾ പറഞ്ഞിരിക്കുന്ന നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന് അവർ തന്നെ മൊഴി കൊടുത്തിരിക്കുന്നത്. ആ കാര്യത്തെ പറ്റി എല്ലാം പാർട്ടി പ്രസിഡന്റ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അധ്യക്ഷനെ എപ്പോൾ തീരുമാനിക്കുക? അത് വൈകുകയാണെന്ന്. താങ്ക് യു.